രാവിലെ തന്നെ ഒരു ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് നിന്നാണ് ആ വാർത്ത വരുന്നത്. കൊല്ലം കരിക്കോട് ഭാര്യയെ ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. പ്രതിയായ മധുസൂദനൻ പിള്ളെ ഈ ഭർത്താവിനെ പോലീസ് എന്തായാലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, രാവിലെ തന്നെ ഒരു ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇയാളൊരു ഭർത്താവാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തായാലും എന്താണ് ഈ കുടുംബ പ്രശ്നം? എങ്ങനെയാണ് ഈ ഒരു കുടുംബ പ്രശ്നം മരണത്തിലേക്ക് കലാശിച്ചത് മനോജ്? നീലിമ, കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതയുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു ഈ സംഭവം. പ്രതിയായിട്ടുള്ള മധുസൂദൻ പിള്ളയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ഭാര്യയായ കവിതയെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. അതായത് ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. എന്തായാലും ഈ കടബാധ്യതയും അതോടൊപ്പം തന്നെ മദ്യപാനി കൂടിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കാഷ്യൂ കമ്മീഷൻ ഏജന്റ് ആയിരുന്നു ഈ പ്രതിയായിട്ടുള്ള മധുസൂദൻ പിള്ള. 2 മക്കളുമുണ്ട്. 2 മക്കളും ഇപ്പോൾ ഒരാൾ വിദ്യാർത്ഥിയും ഒരാൾ ജോലി ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മധുസൂദൻ പിള്ളയുടെ ഉപദ്രവത്തിൽ നേരത്തെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നിരന്തരമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിൽ കലാശിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടികൾ പോലീസ് ചെയ്തു വരികയാണ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെയധികം കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? മറ്റാരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സ്ഥിരമായി ഗാർഹിക പീഡനം അനുഭവിച്ചു വന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു അല്ലേ ഈ മരണപ്പെട്ട കവിത? തീർച്ചയായും നേരത്തെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഉപദ്രവത്തിൽ ഈ കൊല്ലപ്പെട്ട ആ സമയത്ത് എന്തെങ്കിലും പരാതി നൽകിയിരുന്നോ പോലീസിൽ? അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായോ? നേരത്തെ പരാതി നൽകിയതായോ മറ്റുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. പക്ഷേ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യതയും ഇദ്ദേഹം മദ്യപാനി കൂടിയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മനോജ്, എന്തായാലും ആ സമയത്ത് പോലീസിൽ പരാതി നൽകിയിരുന്നല്ലോ. ആ സമയത്ത് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കവിതയ്ക്ക് ജീവൻ നഷ്ടമാകുമായിരുന്നോ? പോലീസ് ഈ ഒരു പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പോലീസിൽ പരാതി നൽകിയതായി വിവരങ്ങളൊന്നുമില്ല. പക്ഷെ നേരത്തെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം സ്ഥിരം മദ്യപാനിയായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിൽ നേരത്തെ പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ സംഭവങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം, അതായത് നേരത്തെ ഇത്തരത്തിൽ ഭാര്യ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലൊരു ഈ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. ഗ്യാസ് കുറ്റിക്കൊണ്ടാണ് ഈ തലയ്ക്ക് അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം മനോജ്. എന്തായാലും കൊല്ലത്തു നിന്നുമാണ് അതിദാരുണമായൊരു വാർത്ത. ഭാര്യയെ സ്വന്തം ഭർത്താവാണ് ഗ്യാസ് കുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്.